നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ചലഞ്ച് തുടങ്ങിയിട്ട് ഏറ്റവും വലിയ ലോസ് ഉണ്ടാക്കിയൊരു ദിവസമാണ് അന്ന്. ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ഫെയിലിയർ എന്ന് തന്നെ പറയാം. നമ്മൾ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 14,088 നമുക്ക് ലോസാണ്. ഏകദേശം നമ്മുടെ 6-7 ദിവസത്തെ 8 ദിവസത്തെ പ്രോഫിറ്റാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുപോയി കളഞ്ഞത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് വ്യൂവിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മാർക്കറ്റ് ഈ റേഞ്ചിൽ വന്നിട്ട് തിരിച്ച് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് VWAP സപ്പോർട്ട് എടുത്തിട്ട് ഒരു ബുള്ളിഷ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് 24,000 ബ്രേക്ക് ചെയ്യുന്ന തന്നെയാണ്. 24,000 ബ്രേക്ക് ചെയ്തിട്ട് 24,053 നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് വരുന്ന തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് നല്ല രീതിയിൽ സെല്ലേഴ്സ് ആക്റ്റീവായിരുന്നു. അതായത് ഇന്നലെ ഓൾമോസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. 23,630 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ക്ലോസ് ചെയ്ത സമയത്ത് 24,000 കോൾ സെല് ചെയ്ത കോൾ റേറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അവർ സ്ട്രോങ് ആണ് എന്നുള്ളതിൻ്റെ എന്താണ് ഇന്ന് നമ്മൾ കണ്ട അത്. ഒരിക്കലും നാളത്തെ ഒരു എക്സ്പയറി 24,000 മുകളിൽ ഒരു 40 പോയിന്റ് മുകളിൽ കിട്ടുന്നത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, എത്ര പോസിറ്റീവ് ആണെങ്കിലും. കാരണം അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇന്ന് ഏകദേശം 24,000 സി 100 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ വീണ്ടും സെല് ചെയ്തിട്ടുണ്ടാവും. അവർ പൊസിഷൻ ആവറേജ് ചെയ്തിട്ട് മാർക്കറ്റിനെ നല്ല രീതിയിൽ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കോൾ റേറ്റേഴ്സ് സ്ട്രോങ് ആണ് മാർക്കറ്റിൽ. അതുകൊണ്ട് നാളെ ഇന്നൊരു ഇത്രയും വലിയൊരു ലോസ് ഉണ്ടായതുകൊണ്ട് നാളെ ട്രേഡ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഫെയിലിയേഴ്സിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇപ്പോൾ എനിക്ക് ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഇത്രയും വലിയൊരു ലോസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഈ മന്ത് എൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാം. നമ്മൾ മന്ത് എൻഡ് ടാർഗറ്റ് 45,000 ആണ്. ആ 45,000 വീണ്ടും നമുക്ക് തിരിച്ചെത്താം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നാളെ അല്ലെങ്കിൽ 1-2 ദിവസം ഞാൻ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം റീസൺ ഇതാണ്, ഇത്രയും വലിയൊരു ലോസും ഇതൊരിക്കലും ഇനിയൊരു റിപ്പീറ്റേഷൻ ഇങ്ങനൊരു റിപ്പീറ്റായിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ഞാൻ ഓർഡേഴ്സ് കാണിച്ചു തരാം. ഇതാ ഒരു 26,000 ഒരു പുൾ ബാക്ക് വന്നപ്പോൾ 24,000 ഒരു പുൾ ബാക്ക് വന്നപ്പോൾ ഞാൻ ആ റിവേഴ്സൽ പാറ്റേണിലാണ് ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തത്. 90-അടുത്ത് അത് അത്യാവശ്യം നേരം ഹോൾഡ് ചെയ്ത്. കാരണം ഞാനൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ തീറ്റ DK ഉണ്ടായിരുന്നില്ല. നാളെ എക്സ്പയർ ആണെന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ DK ഉണ്ടായിരുന്നില്ല. വളരെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ്. നമുക്ക് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഹോപ്പ് തന്നിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്യും. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആ ഹോപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എത്ര വലിയ ഹോപ്പ് വന്നാലും നമ്മളുടെ ഒരു റിസ്കിൻ്റെ ആ ഒരു ലെവലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് ആയാലും അവർക്ക് ഒരു ദിവസം ഇതേപോലത്തെ ഒരു നമ്മുടെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ ആ ദിവസം നമ്മൾ ട്രേഡ് നമ്മളുടെ ലോസ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് അവോയ്ഡ് ചെയ്യാം. അത് ആ ഒരു റൂൾ ഞാനൊന്ന് ഫോളോ ചെയ്തില്ല എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോഴും നമ്മളെ ഫണ്ട് ഏകദേശം 40,000 നമ്മൾ ഫണ്ട് ഉണ്ട്. 20,000 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. പതുക്കെ വീണ്ടും ഇതേപോലെ ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാന്. നമ്മുടെ ലക്ഷ്യം ചെറുതല്ലല്ലോ. അപ്പോൾ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പതുക്കെ പോകാം. ഇതേപോലുള്ള ദിവസങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാം. ഇതൊരു ലെസണായിട്ട് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ലെസണായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.